മെലൂഹയിലെ ചിരഞ്ജീവികൾ അധ്യായം 2 ജീവിതശുദ്ധിയുടെ ദേശം തുടരുന്നു. ആയുർവതി ഭവ്യതയോടെ വാതിലിൽ മുട്ടി. ഞാൻ അകത്തു വരട്ടെ പ്രഭോ. 7 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന നിർണായകമായ ആ സമാപത്തിനു ശേഷം ആദ്യമായാണ് അവൾ ശിവന്റെ മുന്നിൽ എത്തിപ്പെടുന്നത്. അത് ഒരു ജീവിതകാലം പോലെ അവൾക്ക് തോന്നി. പൊതുവെ അവൾ ആത്മവിശ്വാസമുള്ളതുപോലെ ഭാവിച്ചുവെങ്കിലും ഇന്ന് അവളുടെ ഭാവത്തിന് എന്തോ ചെറിയ മാറ്റമുള്ളതുപോലെ കാണപ്പെട്ടു. ദൈവീക സാന്നിധ്യത്താൽ സ്പർശിക്കപ്പെട്ട ഒരാളെ പോലെയായിരുന്നു അവളുടെ ഭാവം. അകത്തു വരൂ ആയുർവതി. പിന്നെ ഒരു കാര്യം, ഈ പ്രഭോ എന്ന വിളി വേണ്ട. കുറച്ചു ദിവസം മുൻപ് നിങ്ങൾ കണ്ട അപരിഷ്കൃതനായ ആ കുടിയേറ്റക്കാരൻ തന്നെയാണ് ഞാൻ. അങ്ങനെ അന്ന് വിശേഷിപ്പിക്കാനിടയായതിൽ ഞാൻ ഖേദിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി പ്രഭോ. അങ്ങ് നിർദ്ദേശിക്കുന്ന ഏത് ശിക്ഷ